Pastor Conrad DeFries with our Bible study today. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വേദപഠനവുമായി കടന്നു വരുന്നത് ഞാൻ പാസ്റ്റർ കോൺറാഡ് ഡിഫ്രീസ്. The title is How to be Led by the Spirit, and this is part 2. ഇന്നത്തെ പഠന വിഷയം എന്ന് പറഞ്ഞാൽ എപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കോണം ഇടയാകും, അതിന്റെ രണ്ടാം ഭാഗമാണ്. In 1 Thessalonians chapter 5 verse 23, 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it tells us you are a spirit, you have a soul, and you live in a body. അവിടെ ഇപ്രകാരം വായിക്കുന്നു, നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു ദേഹമുണ്ട്, നമുക്കൊരു ദേഹിയുണ്ട്. When you are born again, the Holy Spirit comes to live on the inside of you. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കടന്നു വരുവാനിടയാകും. In 1 Corinthians chapter 6 and verse 17, 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ He that is joined to the Lord is one spirit. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു എന്ന് കാണുവാനിടയാകുന്നു. In John chapter 3 and verse 6, യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ that is born of the Spirit is spirit. It is your spirit that's born again. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്നവിടെ വായിക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ ആത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. When you are born again, it is not your soul or your body that's made new, but it is your spirit. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ദേഹമോ ദേഹിയോ അല്ല വീണ്ടും ജനനം പ്രാപിക്കുന്നത്, നിങ്ങളെ ആത്മാവത്രേ നിങ്ങളോട് ചേർന്ന് വീണ്ടും ജനനം പ്രാപിക്കുവാൻ തക്കോണം ഇടയാകുന്നത്. When God speaks to you, He does not speak to your mind or your body, He speaks to your spirit. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനോടോ നിങ്ങളുടെ ശരീരത്തോടോ അല്ല ദൈവം സംസാരിക്കുന്നത്, നിങ്ങളെ ആത്മാവിനോടത്രേ ദൈവം സംസാരിക്കുന്നത്. Spirit communicates with spirit. ആത്മാവ് ആത്മാവുമായിട്ടത്രേ ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ സംഭാഷണം പുലർത്തുന്നത്. The Holy Spirit works with us in two different ways. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ രണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഇടപെടുവാൻ തക്കോണം ഇടയാകുന്നു. The Holy Spirit upon us gives us power to minister to other people. നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾക്ക് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നു. And number two, the Holy Spirit in us is to help us, to guide us, to teach us, to strengthen us personally. രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ തക്കോണം, നമ്മളെ സംസാരിക്കുവാൻ തക്കോണം, നമ്മളെ ഇടപെടുവാൻ തക്കോണം, നമ്മളെ നല്ലത് പറഞ്ഞു തരുവാൻ തക്കോണം ഇടയാകുന്നു. In this lesson, we are not going to be talking about the power to minister to other people. ഇന്നത്തെ ഈ വേദ പഠനത്തിൽ മറ്റുള്ളവരോട് ദൈവത്തിന്റെ ശക്തി എപ്രകാരം ആത്മാവിനാൽ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. But we're going to be talking about the Holy Spirit in the believer to help you personally, to guide you, and to help you in everything in life. ഒരു വിശ്വാസിയുടെ ഉള്ളിലായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നേർവഴി കാണിച്ചു തരികയും നിങ്ങളെ സഹായിക്കുകയും എപ്രകാരം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അത്ര പഠിക്കുവാൻ പോകുന്നത്. In the book of John chapter 14 and verse 16, യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, He will send us another comforter and He will abide with us forever. അവിടെ വായിക്കുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് വായിക്കുവാൻ സാധിക്കുന്നു. Sometimes God leads us with dreams and visions and audible voices. ചില സമയങ്ങൾ ദൈവം നമ്മളോട് സ്വപ്നങ്ങളാലും ദൃശ്യങ്ങളാലും അല്ലെങ്കിൽ ശബ്ദങ്ങളിൽ കൂടെയും ദൈവം നമ്മളോട് ഇടപെടുവാൻ ഇടയാകാറുണ്ട്. But the number one way He leads every believer is with the inward witness in your heart.
എന്നാൽ വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിൽ ദൈവം ഇടപെടുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യന്റെ കൂടെ അത്രേ ദൈവം ഇടപെടുവാൻ തക്കോണം ഇടയാകുന്നത്. It is like a peace or a soft velvet feeling on the inside. അത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ശാന്തത നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനിടയാകുന്നു. God wants you to learn that He can guide you on the inside of you with the inward witness. നിങ്ങൾ ഉൾമനുഷ്യരിൽ കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുവാൻ തക്കോണം ഇടയാകും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. When you feel uneasy in your heart, then don't make the wrong decision then. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടവരാതെ വണ്ണം നിങ്ങൾ സൂക്ഷിക്കുക. He is there to guide you with a peace and a soft feeling on the inside of your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മ നിങ്ങൾ സമാധാനത്തിലും നിങ്ങൾ നേർവഴിയും കാണിക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. The key verse in this Bible study is the book of Colossians chapter 3 and verse 15. കൊലോസ്യർ 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാകുന്നു നമ്മൾ ഇന്നത്തെ താക്കോൽ വാക്യമായിട്ട് എടുത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. It says, "Let the peace of God rule in your heart." അവിടെ പറയുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന്. The Amplified Bible says it this way. ആംപ്ലിഫൈഡ് വേദപുസ്തകം അത് ഇപ്രകാരമാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. Let the peace of God answer the final questions. Let the peace be the final umpire for every question. നിങ്ങളുടെ ഹൃദയത്തിലെ നിങ്ങളുടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരമായി നിങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നത്രേ. It says, deciding and determining with finality all questions that's in your mind. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിരിക്കുന്ന ഉത്തരവും വ്യക്തതയും നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം ദൈവിക സമാധാനം നിങ്ങൾക്ക് നൽകട്ടെ. with other ways, but this is the number one way that God leads every believer. അതേ, ദൈവം നിങ്ങളെ പല വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ ഇത് വളരെ പ്രധാനമേറിയിരിക്കുന്ന വിഷയമാണ് ദൈവം നിങ്ങളോട് ഇടപെടുന്നത്. It is not spectacular, but it is supernatural. ഇത് എന്തെങ്കിലും അതിശയോക്തിയായിരിക്കുന്ന വിഷയമല്ല, എന്നാൽ ഇത് ഏറ്റവും ആന്തരികമായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. In the book of Romans chapter 8 and verse 14, റോമർ 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, as many as are led by the Spirit of God, they are the children of God. അവിടെ വായിക്കുന്ന ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. In the Greek language, it says the Holy Spirit is continually leading His children. ഗ്രീക്ക് പദത്തിൽ പരിശുദ്ധാത്മാവ് നിരന്തരമായി തന്റെ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാനിടയാകും. It is important to get quiet and to get still so you can hear the voice of God speak to your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശാന്തമായിട്ടും നിങ്ങൾ സമാധാനത്തോടും ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാകുന്നു. Sometimes when you're waking up in the morning and you are not quite awake yet, before your mind starts working, God will speak to your spirit. ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദയത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. God does not speak to our emotions and He does not speak to our minds. ദൈവം നമ്മുടെ വികാരത്തോടോ ദൈവം നമ്മുടെ മനസ്സിനോടോ അല്ല ദൈവം ഇടപെടുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നത്. God is a spirit and He speaks to us spirit to spirit. ദൈവം ആത്മാവാകൊണ്ട് നമ്മുടെ ആത്മാവുമായിട്ടത്രേ ദൈവം ഇടപെടുന്നത്, സംസാരിക്കുന്നത്.
we are learning in these Bible lessons how to be led by the inward witness in our spirit. ഈ വേദ പഠനത്തിൽ കൂടെ നമ്മുടെ ഉൾ മനുഷ്യൻ എപ്രകാരം ദൈവവുമായിട്ട് അല്ലെങ്കിൽ എപ്രകാരം അത് ഇടപെട്ട് പോകാൻ തക്കോണം ഇടയാകും എന്നുള്ളതിനെ കുറിച്ചത്രേ നമ്മൾ പഠിക്കുന്നത്. The Holy Spirit never leaves us. He is always there to help us and guide us in everything. എല്ലാ സാഹചര്യത്തിലും നമ്മളോട് ഇടപെടുകയും നമ്മളെ നയിക്കുകയും നമ്മൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. He wants to lead you and guide you in natural things just as well as spiritual things. എപ്പോഴും ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾ എപ്രകാരമാണോ അതുപോലെ തന്നെ ആത്മീയമായ നിലവാരത്തിൽ ദൈവം നിങ്ങളോട് ഇടപെടുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. Sometimes he will guide you not to go somewhere and you may not understand why. ചില സമയത്ത് ദൈവം നിങ്ങളുടെ ആ സ്ഥലത്തേക്ക് പോകരുത് എന്ന് പറയും, പക്ഷെ നമുക്കത് തിരിച്ചറിയുവാൻ തക്കോണം സാധിക്കാതെ പോകുന്നു. But he will lead you and guide you in everything in your life if you will learn to listen to the inward witness. എന്നാൽ നിങ്ങളുടെ ഉൾമനുഷ്യനുടെ പരിശുദ്ധാത്മ എപ്രകാരം ഇടപെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുവാനും ശ്രദ്ധിക്കുവാനും സാധിക്കും. In the book of Romans chapter 7 and verse 22, റോമർ 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ the Apostle Paul says, I delight in the inward man after the inward witness in my heart. അവിടെ വായിക്കുന്ന ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എന്ന്. In the book of John chapter 4 and verse 23, യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, God wants those to worship him in spirit and in truth. അവിടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കണം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. We can worship God with our bodies and with our soul. നമുക്ക് ശരീരം കൊണ്ടും നമ്മുടെ ദേഹി കൊണ്ടും നമുക്ക് ചിന്ത കൊണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം സാധിക്കും. But the greatest way to worship God is with our spirit. എന്നാൽ ഏറ്റവും പ്രാധാന്യമായ കാര്യം എന്നാൽ ദൈവത്തെ നമ്മൾ ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. In the book of John chapter 4 and verse 14, യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ Jesus is talking to the woman at the well. അവിടെ കിണറ്റിൻ കരികെയുള്ള ഒരു സ്ത്രീയോട് ദൈവം യേശു പ്രകാരം സംസാരിക്കുന്നു. He says, if you will drink of the water that I will give you, you will never thirst again. യേശു പ്രകാരം ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന്. But it will be a well on the inside of you, springing up unto everlasting life. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ദൈവം പറഞ്ഞു. Talking about your born again human spirit. ഇത് നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചായിരിക്കുന്ന ആത്മാവിനെ അത്രേ കാണിക്കുന്നത്. In the book of John chapter 7 and verse 38, യോഹന്നാൻ 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ he said, out of your belly shall flow rivers of living water. അവിടെ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒഴുകുമെന്ന്. Every person that is born again has this living water on the inside of you. വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വ്യക്തികളിലും മേലും ഇപ്രകാരം ഒരു ജീവന്റെ ഒഴുക്ക് അവരുടെ ഹൃദയത്തിൽ കാണുവാനിടയാകുന്നു. The problem is we are trying to go by our feelings in our soul and in our body. പലപ്പോഴും നമ്മുടെ വികാരത്തെ നമ്മുടെ ശരീരത്തിനും നമ്മൾ അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ തക്കനിടയാകുന്നു. But whether the believer knows it or not, you have a well of living water from God on the inside of you. എന്നാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ജീവജലം അല്ലെങ്കിൽ നദി ഒഴുകുന്നു എന്ന്. 1 Corinthians chapter 3 and verse 16.
1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Know ye not that you're the temple of God, and the Holy Spirit dwells in you? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവിടെ ചോദിക്കുവാനിടയാകുന്നു. The devil don't want you to know that you have a well of living water of the Holy Spirit inside of you all the time. പരിശുദ്ധാത്മാവിൻ്റെതായിരിക്കുന്ന ഒരു ജീവൻ നദി നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് പിശാച് നിങ്ങളെ തിരിച്ചറിയുവാൻ തക്കോണം നിങ്ങളെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുവാൻ തക്കോണം പിശാച് ആഗ്രഹിക്കുന്നു. The Apostle Paul was saying, don't you know this? Don't you know you have the Holy Spirit inside of you? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ ജീവജല നദി ഒഴുകുന്നുണ്ട് എന്ന്. And that is why we are teaching on this subject, so you can learn how to be led by the Spirit of God inside of you. അതിനത്രേ നമ്മൾ ഈ വേദപഠനത്തിൽ കൂടെ നിങ്ങളെ മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എപ്രകാരം നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനാൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കൊണം സാധിക്കുമെന്ന്. In Ephesians chapter 3 in verse 16. എഫെസ്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. He wants us to learn to develop the inward witness, the Spirit on the inside of us. നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ നിങ്ങൾ ആത്മാവിനാൽ ശക്തിപ്പെടുകയും അല്ലെങ്കിൽ ബലപ്പെടേണ്ടത് ആവശ്യമെന്ന് ആ വാക്യത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. When you are born again, your spirit is created and made brand new. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പുതുക്കമുള്ളതായിട്ട് അത് മാറ്റപ്പെടുവാൻ തക്കോണം ഇടയാകുന്നു. But just in the natural, we are born as a small baby, and so in the spirit, we are like baby Christians. എന്നാൽ നമ്മൾ എപ്രകാരം ഒരു ചെറിയ കുഞ്ഞായി നമ്മൾ ജനിക്കുന്നു, അതുപോലെ തന്നെയാണ് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മളെ ആത്മാവും പുതുക്കത്തോടെ പുതിയതായിട്ട് മാറുവാൻ തക്കോണം ഇടയാകുന്നു. We must learn to feed on spiritual things so that we will grow spiritually. നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ വളരുവാൻ തക്കോണം ആഗ്രഹിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവൻ ആത്മീയ മനുഷ്യനും വളരുവാൻ തക്കോണം ഇടയാകും. We can see the example in the natural, just as a baby has to feed and has to exercise to grow. അതിനുദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ച് അത് എപ്രകാരം വളരുവാൻ തക്കവണ്ണം അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അപ്രകാരം തന്നെ ഒരു ആത്മീയ മനുഷ്യനും വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ശീലിക്കേണ്ടത് ആവശ്യമാണ്. In 2 Corinthians chapter 4 and verse 16, 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, though the outward man perish, the inward man is renewed day by day. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും നിങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. We're going to be teaching more and more how to grow and how to listen to the Holy Spirit on the inside of you. നിങ്ങളുടെ അകത്ത മനുഷ്യൻ അപ്രകാരം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാനും പരിശുദ്ധാത്മാവിനോട് നയിക്കുവാൻ തക്കോണം നിങ്ങൾ ഇടയാകുവാൻ തക്കോണം നമ്മൾ തുടർന്ന് പഠിക്കുവാൻ തക്കോണം പോകുന്നു. In Ephesians chapter 5 verses 18 and 19, എഫെസ്യർ 5-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ, don't be drunk with wine, but be filled with the Spirit. അവിടെ വായിക്കുന്ന വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരായി ഇരിക്കണമെന്നാണ്. In the Greek it says being filled, continuously being filled. അവിടെ ഗ്രീക്ക് പദത്തിൽ ഇപ്രകാരം പറയും, നിങ്ങൾ നിരന്തരമായി ആത്മാവിൽ നിറഞ്ഞവരായിരിക്കണമെന്നാണ്. You say, well, how can I do that? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എപ്രകാരമാണ് ഞാനത് ചെയ്യേണ്ടത്? Verse 19 says, speaking to yourselves in psalms and hymns and spiritual songs. എന്നാൽ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളെ ഹൃദയത്തിൽ കർത്താവുമായി പാടിയും കീർത്തനം ചെയ്യത്രേ. I want to encourage you not to only think or hear, but I want you to speak the word of God out loud.
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും മാത്രമല്ല, നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ പറയുകയും കൂടെ ചെയ്യുന്ന വ്യക്തികളായി തീരുകണമെന്ന്. Even when you are laying in the bed at night, you can speak very softly out loud the word of God. നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ഉരുവിടുവാൻ തക്കവണ്ണം ഇടയാകാം, വളരെ ശാന്തമായിട്ട് തന്നെ. You can say, "The Lord is my shepherd; I shall not want." നിങ്ങൾക്ക് ഇപ്രകാരം യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന്. He leads me and guides me into all truth. എന്നെ എല്ലാ കൂരിൽ താഴെ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, അവൻ The എന്നോട് Lord is കൂടി my ഇരിക്കുന്ന വഴി shepherd; I നടത്തുന്നു. shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന്. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. You don't have to quote the scriptures just exactly right, but just say the words out of your own mouth. നിങ്ങൾക്ക് വേദഭാഗം അതേപോലെ തന്നെ നിങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾക്ക് വരുന്ന ഓർമ്മയിൽ വരുന്നതിന് നിങ്ങൾ ഉച്ചരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ. Yes, it is good to read the word and think about the word and hear the word. നിങ്ങൾ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും ചിന്തിക്കുകയും നിങ്ങൾ പറയുകയും ചെയ്യുന്നവരായി തീരട്ടെ. But it is so important to speak the word of God out of your mouth. എന്നാൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ നാവെടുത്ത് നിങ്ങളെ സംസാരിക്കണം എന്നുള്ളത്. The devil wants to get you not to speak the word out loud. പിശാച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾ സംസാരിക്കരുത് എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. In the book of Ephesians chapter 6 and verse 17, എഫേസ്യർ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says the sword of the spirit is the word of God. അവിടെ വായിക്കുന്നു ദൈവവചനം ആത്മാവിന്റെ വാളാകുന്നു എന്ന്. In the Greek it is the word rhema, the word of God. ഗ്രീക്കിൽ ദൈവവചനത്തിന് റേമ എന്നത്രേ പറയുന്നത്. It is the spoken word that is so important. അത് പറയപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് വളരെ പ്രാധാന്യമേറിയ വിഷയമാകുന്നു. When you speak the word out loud and believe it in your heart, that is very powerful against the enemy. നിങ്ങൾ ദൈവത്തിന്റെ വചനം നാവെടുത്ത് നിങ്ങൾ പ്രസ്താവിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശത്രു അത് കണ്ട് ഭയക്കുവാൻ തക്കോണം ഇടയാകും. In Romans chapter 10 and verse 8, റോമർ 10-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says the word is nigh thee, in thy mouth and in thy heart. അവിടെ വായിക്കുന്ന വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നുവെന്ന്. The Bible tells us the angels hearken to the voice of God's word. അവിടെ ഇപ്രകാരം വേദോസ്തത്തിൽ പറയുന്നു ദൂതന്മാർ ദൈവത്തിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നു എന്ന്. When you speak the word of God out loud, then the angels go to perform it and bring it to pass for you. നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾ ആ വചനത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം അവർ പുറപ്പെടുന്നു. Abraham had the promises of God for 24 years, but nothing happened. അബ്രഹാമിന് 24 വർഷക്കാലയളവിൽ തനിക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. And he asked God, how is this going to happen? The stars of heaven, the sand of the sea, how is this going to be? അബ്രഹാം ചോദിച്ചു, എപ്രകാരമാണ് ഇത് സംഭവിക്കാൻ പോകുന്ന? ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും മണൽത്തരികളെ പോലെയും എപ്രകാരം എന്റെ സന്തതി പരമ്പര ഉണ്ടാകുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എപ്രകാരമാണെന്ന് അബ്രഹാം സംശയിച്ചു. Abram began to say, I am the father of a multitude. My name is Abraham. എന്നാൽ അബ്രഹാം വിശ്വാസത്തോടെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുന്നു എന്ന് പ്രസ്താവിക്കാൻ തുടങ്ങിയപ്പോൾ അത് സംഭവിക്കുവാൻ തക്കോണം ഇടയായി. God spoke to Ezekiel and told him to prophesy to the valley of dry bones.
എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ഉണങ്ങിയ ഈ അസ്ഥികളോട് നീ പ്രവചിക്കണമെന്ന് പറയുവാനിടയായി. God did not speak to the valley of dry bones. He told Ezekiel to open his mouth and prophesy to them. അസ്ഥികളോട് ദൈവം കൽപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രവചിക്കുകയോ ചെയ്തല്ല, ദൈവം എസെക്കിയേലിനോട് പ്രവചിക്കുവാൻ തക്കവണ്ണം പറയുവാനിടയായി. In the book of Mark, chapter 11 and verse 23, മർക്കോസ് 11-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, he doesn't tell us to talk to God about the mountain, but for us to speak to the mountain. അവിടെ മലയോട് ദൈവം സംസാരിക്കുവാൻ തക്കവണ്ണം പറയുന്നില്ല, അവിടെ മലയോട് നമ്മളോട് സംസാരിക്കുവാൻ അത്രേ ദൈവം പറയുന്നത്. In the book of Galatians, chapter 5 and verse 22, ഗലാത്യർ 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it tells us about the fruit of the Spirit of love, joy, and peace. അവിടെ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനത്തെ കുറിച്ച് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. God does not produce the fruit on the vine, he produces the fruit on the branches. ദൈവം ഒരിക്കലും ഒരു ഫലം എന്ന് പറയുന്ന അതിന്റെ വേരുകളിലല്ല അത് കാണപ്പെടുന്നത്, അത് അതിന്റെ ശിഖരങ്ങളിൽ അത്രേ ഫലം കാണുവാൻ തക്കൊണ്ട് ഇടയാകുന്നത്. When you're born again, God calls you a branch on the vine. നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ ദൈവം അത് ശിഖരങ്ങളിൽ അത്രേ നിങ്ങളുടെ ഫലം കായ്ക്കുന്നവരെന്ന് പറയാനിടയാകുന്നത്. It is the fruit of your born again human spirit. നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ചതായിരിക്കുന്ന ആത്മീയ മനുഷ്യന്റെ ഫലം അത്രേ കാണപ്പെടേണ്ടത്. The fruit is the character of the Lord Jesus Christ. ആ ഫലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന സ്വഭാവം നിങ്ങളിൽ കാണപ്പെടുന്നതാകുന്നു. And you and I have the character of Jesus in our born again spirit. നിനക്കും എനിക്കും യേശുവിൻ്റെതായിരിക്കുന്ന ആ ഒരു സ്വഭാവം, ആ ഫലം നമ്മളിൽ കാണേണ്ടത് ആവശ്യമാണ്. God wants you and I to learn more how to develop and listen to our born again human spirit. നമ്മുടെ വീണ്ടും ജനനം പ്രാപിച്ച ആത്മാവ് എപ്രകാരം മനസ്സിലാക്കുവാനും പഠിക്കുവാനും ആത്മാവിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കുവാൻ തക്കോട്ടിയാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. Your conscience is the voice of your born again spirit. നിങ്ങളുടെ വീണ്ടും ജനനം പ്രാപിച്ച ആത്മാവ് അത്രേ നിങ്ങളുടെ ഉണർവബോധത്തെ നിങ്ങളോട് ഇടപെടുന്നത്. 1 John 4:4, greater is he that's in you than he that's in the world. 1 യോഹന്നാൻ 4:4 വായിക്കുമ്പോഴത്തേക്കും ഈ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ എന്ന് കാണുവാൻ സാധിക്കുന്നു. You have the Holy Spirit on the inside of you. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. You want to learn how to release that power so that it will go to work and be a blessing to you. നിങ്ങൾ പഠിക്കേണ്ട വിഷയം എപ്രകാരം ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് അത് വെളിപ്പെടുവാൻ തക്കോണം, അത് നിങ്ങളിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കോണം ഇടയാകണം എന്നുള്ളത് പഠിക്കേണ്ടത് ആവശ്യമാണ്. You have wells of living water inside of you. Just learn how to release them. നിങ്ങളുടെ ഉള്ളിൽ ജീവന്റെ ജലം നദി ഒഴുകുന്നുണ്ട്, അത് എങ്ങനെ നിങ്ങൾ അത് പുറത്തേക്ക് നിങ്ങൾ റിലീസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. In Ephesians chapter 3 and verse 20, എഫേസ്യർ 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says he'll do exceeding above what you can ask or think according to the power that is in you. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു എന്നത് വായിക്കുവാൻ സാധിക്കുന്നു. Many Christians have the Holy Spirit in them, but they don't know how to release the power of the Holy Spirit. പലരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലുണ്ടെങ്കിലും എപ്രകാരം ആ പരിശുദ്ധാത്മ ശക്തി പുറത്തേക്ക് വെളിപ്പെടുത്തണം എന്നുള്ളത് അവർക്ക് അറിയാൻ കൊണ്ട് സാധിക്കുന്നില്ല. God loves you so very much, and he has provided all these blessings for you. ദൈവം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി എല്ലാ അനുഗ്രഹത്തിന്റെ ഉറവകളും ദൈവം നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നു. I want you to pray this prayer out loud after me to receive Jesus as your Savior. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ എന്നോട് ചേർന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന ഉച്ചത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. I believe Jesus Christ is the Son of God. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന്.
I believe he died on the cross with and shed his blood for the forgiveness of my sin. എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ദൈവം മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe he rose from the dead and is alive in heaven today. ഞാൻ വിശ്വസിക്കുന്നു ദൈവം മരിച്ചു സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Right now, I receive Jesus as my Savior. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും ദൈവവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. If you said that prayer from your heart, you're born again. Get into a good, strong church where you can grow in the things of God. We love you. God loves you. Amen. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാകുന്നു. നല്ലൊരു സഭയിലേക്ക് കടന്നു പോവുക. ആത്മീയത്തിലും വചന പരിജ്ഞാനത്തിലും നിങ്ങൾ വളരുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും കാരണമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ.